അങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതേ 10,000 ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. വീഡിയോ സ്ഥിരം കാണുന്നവർക്കും കാണാത്തവർക്കും ഫോളോ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഞാൻ ചെയ്യുന്ന ആർട്ടുകളൊക്കെ ചെയ്തു നോക്കുന്നവർക്കും നോക്കാത്തവർക്കും ഒക്കെ എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അടുത്ത ആഴ്ച വിഷു ഇങ്ങെത്തുമല്ലേ, അപ്പം നമുക്ക് ഇന്നൊരു കണിക്കൊന്ന ക്രാഫ്റ്റ് ചെയ്താലോ? ടിഷ്യൂ പേപ്പർ കൊണ്ടും പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് കൊണ്ടും ഒക്കെ ഞാൻ കുറേ കണിക്കൊന്നയുടെ ക്രാഫ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഈ കണിക്കൊന്ന ചെയ്യണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് വെച്ച് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ കളക്ഷനിൽ ഒരുപാട് നാളായിട്ട് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്ന ഈ പേപ്പറിൻ്റെ എഗ് ട്രേ കയ്യിൽ പെട്ടത്. ഈ എഗ് ട്രേ വെച്ചിട്ട് കണിക്കൊന്നയുടെ ക്രാഫ്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാനിതൊരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെ അടവ് പയറ്റിയിട്ടാണെങ്കിലും ഇതൊരു കണിക്കൊന്ന പോലെ കാണുന്ന ഒരു സാധനം പോലെ ആക്കി എടുക്കൂ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ. സാധാരണ നൈറ്റ് വീഡിയോ എടുക്കാത്ത ഞാൻ ഇത് എടുത്ത് തീർന്നപ്പോഴത്തേക്കും രാത്രിയായിരുന്നു. എനിക്കിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് റെഡി ആവോ ഇല്ലയോ എന്നറിയാതെ ഉറക്കം വരാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ എന്തൊക്കെയോ കാണിച്ചിട്ടാണെങ്കിലും തരക്കേടില്ലാത്തൊരു കണിക്കൊന്ന പോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇത് കണിക്കൊന്ന ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കില്ലല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.